നമസ്കാരം. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ജാസിർ. പ്രധാന വാർത്തകളിലേക്ക്. ഉഗാണ്ടയിലേക്ക് മീൻ പിടിക്കാൻ പോയ ഇന്ത്യൻ മീൻകാരൻ ഫർസീൻ ഫിറോസിനെയും ഷെസിൻ ഫിറോസിനെയും കാണുവാനില്ല. സംഭവത്തിൽ ദുരൂഹത. മുഖ്യമന്ത്രി അടക്കമുള്ള ഇന്ത്യൻ സംഘം ഉഗാണ്ടയിലേക്ക്. പൂച്ചക്ക് ഉണക്കമീൻ ആണോ പച്ചമീൻ ആണോ കൂടുതൽ ഇഷ്ടം? പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ചർച്ച ചൂടേറുന്നു. ഫിലാഡൽഫിയയിൽ എന്ത് സംഭവിച്ചു? ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേരള മുഖ്യമന്ത്രി രാജിവെക്കണം. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജബ്ബാർ. വാർത്തകൾ വിശദമായി. ഉഗാണ്ടയിലേക്ക് മീൻ പിടിക്കാൻ പോയ ഫർസീൻ ഫിറോസിനെയും ഷെസിൻ ഫിറോസിനെയും കാണുവാനില്ല. ഇതേക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകുവാൻ നമ്മോടൊപ്പം ഉഗാണ്ടയിൽ നിന്നും റയീസ് ബിൻ ജാഫർ ലൈനിലുണ്ട്. ഹലോ റയീസ്, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് ജാസിർ. റയീസ്, പറയൂ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ? അവിടുത്തെ ജനങ്ങൾ ശാന്തരാണോ അക്ഷമരാണോ? ജനങ്ങളുടെ പ്രേക്ഷകരെ ഇത് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പറയുവാൻ. ജാസിർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ലിൻഡിയ മാർക്കറ്റിലാണ്. ഉഗാണ്ടയിലെ ഏതാനും കുറെ ജനങ്ങളുള്ള സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന് കാണാതായി പോയതും ഇവിടെ അടുത്ത് തന്നെയാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളതും. ഈ ഏരിയയിൽ വെച്ചായിരുന്നു. അങ്ങനെ ആൾക്കാർ അതിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി. റയീസ്, താങ്കളോടൊപ്പം ഇപ്പോൾ അവിടെ സ്ഥിതിവിശേഷം നമ്മോട് പങ്കുവെക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അവരെ കുറിച്ച് സംസാരിക്കാൻ കേരളത്തിൽ നിന്നും എത്തിയ സഹകാര്യമന്ത്രി എന്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും അവിടെ എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും. ശരി റയീസ്, കൊടുക്കാമോ താങ്കൾ ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിൽ? ഞാൻ സംസാരിച്ചോളാം, ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോളാം. ശരി ജാസർ, ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? കേരള സംസ്ഥാനത്തിന്റെ സഹകരണ മന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾ ഈ വിഷയത്തിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ചെയ്തിട്ടുള്ളത്? വളരെ വിഷമവും ദുരിതങ്ങളുമാണ് കേരളത്തിന് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെയും വികസനത്തിന്റെ പ്രധാന പങ്കുവഹിച്ചവരായിരുന്നു ഷെസിനും ഫിറോസും, ഷെസിനും ഫർസീനും. അവരെ കാണാതായത് ഇന്ത്യക്ക് വൻ നഷ്ടം തന്നെയാണ്. പക്ഷെ നഷ്ടങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്താൻ മറിച്ച് താങ്കൾ എന്തൊക്കെ നിലപാടുകളാണ് ഇതിനുവേണ്ടി സ്വീകരിച്ചില്ലെന്ന് അറിയാൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടുതൽ ആഗ്രഹം. അതിന് താങ്കൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലേ? അതിന് ഇന്ത്യയുടെ എല്ലാ സന്നാഹങ്ങളും ഇതിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പോലീസുകാരും പട്ടാളക്കാരും വേണമെങ്കിൽ എല്ലാ സംഘത്തെയും നമ്മൾ കേരളത്തിലേക്കോ എത്യോപ്യയിലേക്കോ നിരന്തരം അയക്കുന്നതായിരിക്കും. ഇന്ത്യൻ വിപണി, മീൻ വിപണി, അതായത് ഫിഷ് മാർക്കറ്റിൽ തന്നെ ഇത് വൻ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഒരു അനാസ്ഥയായിട്ട് നമുക്ക് ഇതിനെ കണ്ടുകൂടെ? അനാസ്ഥയെന്നും കഴിയില്ല. ഈ കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് 8ാമത്തെ ആളുകളാണ് ഇങ്ങനെ കാണാതെ പോയ 8ാമത്തെ മനുഷ്യരാണ് ഷെസിനും ഫർസീനും. ഇതിനെ കുറിച്ച് വെറുതെ കൈ രക്ഷപ്പെടാൻ താങ്കൾക്കാവുമോ? ഇതിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടി വന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നമ്മൾ ഏർപ്പെടുത്താൻ തീരുമാനപ്പെട്ട്. സർ, എന്നോട് ക്ഷമിക്കാമോ സർ, കാരണം നമ്മളിപ്പോ സംസാരം നിർത്തുന്നു. സർ, ഒരൊറ്റ ചോദ്യം കൂടി സർ. ഹലോ ജാഫർ, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് മാക്സിമം, അതായത് കൂടുതൽ സഹായങ്ങളെ അവരെ ഏർപ്പെടുത്തുന്നു. എത്യോപ്യയിലേക്ക് ഇന്ത്യൻ സൈന്യത്തെ പോലും അവിടെ സ്ഥിതിവിശേഷങ്ങൾ കൂടുതൽ വിശദമായിട്ട് ഞങ്ങളോടൊപ്പം പങ്കുവെക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഇവിടെ ഇപ്പോൾ ശാന്തതയാണ്. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഒരു പോർട്ടിന്റെ അടുത്താണ്. ഇവിടെ വെച്ചാണ് ആ രണ്ട് മീൻകാരെ കാണാതായത്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷെസിൻ ആയാലും ഫിറോസ് ആയാലും രണ്ടും കൂടെ മത്സരിച്ച് നമ്മുടെ ഇന്ത്യക്ക് വൻ ഫിഷ് വിപണിയിൽ വൻ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു. അവരെയാണ് തട്ടിക്കൊണ്ടുപോയതും അവരെയാണ് കാണാതായ പോയതും. സൂചനകൾ എന്ന് പറയാൻ ഇവിടെ വെച്ച് കുറെ തീവ്രവാദി സംഘങ്ങളുടെ കുറെ അനുഭവങ്ങളും പരിചയങ്ങളും ഇവിടെ ഈ പോർട്ടിൽ തന്നെ പലപ്പോഴും നടന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെയാണ് ഇതിനു മുമ്പും 8 മീൻകാരെ തട്ടിക്കൊണ്ടുപോയത്. ഇന്ത്യൻ വിപണിയിൽ മാത്രമല്ല,
ജാസർ, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു തീവ്രവാദി കേന്ദ്രം തന്നെയാണെന്ന് പറയാം. ചിക്കൻഗിയും പോർട്ട് എന്ന് വെച്ചാൽ വേൾഡിൽ തന്നെ, അതായത് ഈ സമൂഹത്തിൽ തന്നെ തീവ്രവാദികൾ പടർന്നു പിടിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. ഇവിടെ വെച്ചാണ് ഇന്ത്യയുടെ മഹാ മീൻകാരായ ഷെസിനും ഫിറോസിനും നഷ്ടമായത്. ഷെസിനും ഫിറോസിനും ഇന്ത്യക്ക് തീരെ നഷ്ടം തന്നെ. പക്ഷേ ഇതിനുവേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് അവരെ സഹായിക്കുന്നത് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്, നാടിന്റെ പുരോഗതിക്ക് അത്യാവശ്യമായ ഈ രണ്ട് ചെറുപ്പക്കാരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാർക്കറ്റ് വളരെ ഉഷാറാക്കുവാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ കൂടുതൽ താല്പര്യം. ഇവിടെയുള്ള എത്യോപ്യക്കാർക്കും ഷോന എന്ന് അറിയപ്പെടുന്ന ഷെസിനെ തന്നെയാണ് ഫർസീനേക്കാളും കാര്യം. ഇതിൽ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ ഷെസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളികളിൽ മണികൾ മുഴങ്ങുന്നു, കിതാബുകൾ തുറക്കുന്നു, അമ്പലങ്ങളിൽ പ്രതിഷ്ഠകൾ എല്ലാം നടത്തുന്നു ഹോനായ്ക്ക് വേണ്ടി. ഹോനായി തിരിച്ചു വരുന്ന വിശ്വാസത്തോടെ തിരിച്ച് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലേക്ക്. വളരെ നന്ദി റയീസ്. നമുക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നാട്ടുകാരോടൊപ്പം റയീസ് ഷെസിന്റെയും അതുപോലെ തന്നെ ഫർസീന്റെയും തിരിച്ചു വരവിന് വേണ്ടി നമുക്ക് കൈകോർക്കാം. അദ്ദേഹത്തിന് നല്ല രീതിയിൽ അതേപോലെ തന്നെ അതേ ആരോഗ്യത്തോട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ പുരോഗതിക്കും നമ്മുടെ സന്തോഷത്തിനും സ്നേഹത്തിനും വേണ്ടി തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. അടുത്ത വാർത്തയിലേക്ക്. പൂച്ചക്ക് ഉണക്കമീനാണോ പച്ചമീനാണോ ഇഷ്ടം? ചർച്ച ചൂടേറുന്നു. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. ये झटके हैं जरा हटके, झटकेदार स्नैक्स और सॉसी टोमेटो का कॉम्बिनेशन बिंगो का नया